പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സ്ത്രീ വിരുദ്ധ പരാമർശവുമായി CPM പ്രാദേശിക നേതാവ്. സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി പോകുന്നത് മോശം പ്രവർത്തിക്ക എന്നായിരുന്നു പൊതുവേദിയിലെ ഈ അധിക്ഷേപം. തിരുവനന്തപുരം കള്ളിക്കാട് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കള്ളിക്കാട് സുനികുമാറാണ് ഈ അധിക്ഷേപ പരാമർശം നടത്തിയത്. പാറശാല MLA CK ഹരീന്ദ്രനെ വേദിയിലിരുത്തിയാണ് ഈ അധിക്ഷേപം. ആ വിവാദ പ്രസംഗത്തിലേക്ക് പോകാം. ആദ്യം ആ പഞ്ചായത്ത് ഓഫീസ് അത്തരത്തിലേക്ക് അകപ്പതിച്ചിരിക്കുന്നു. രാവിലെ കോളേജിൽ പോകുന്നത് പോലെ കുമാരിമാർ ഉടുത്തൊരുങ്ങി പൊതിച്ചോറും കെട്ടി പഞ്ചായത്ത് ഓഫീസിൽ വന്നിരുന്ന പിന്നെ എത്തുന്ന സമയത്തെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. കുടുംബങ്ങൾ അനാഥമായിക്കൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ജീവിത രീതികൾ ഒന്ന് പരിശോധിക്കണം. അതിൽ പലരെയും സ്ഥാനാർത്ഥി പോലും ആക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അധപ്പതിച്ച. ശരി, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കേരളം മുന്നോട്ടെന്ന് പറയുന്ന CPM ഇത് എങ്ങോട്ടാണ് പോകുന്നത്? തിരിഞ്ഞു നടക്കുകയാണോ? അതായത് ഈ CPM നേതാവ് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്രയും വലിയൊരു സ്ത്രീ അധിക്ഷേപ പ്രസംഗം നടത്തിയ ഈ അതേ വേദിയിൽ MLA ആയിരുന്നു. MLA ഒന്നും മിണ്ടിയില്ലേ പ്രശാന്തേ? അശ്വതി, CPM കള്ളിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കള്ളിക്കാട് സുനിൽകുമാറിൻ്റെതാണ് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കള്ളിക്കാട് ഇലക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചൊരു പൊതുയോഗമുണ്ടായിരുന്നു ഇന്ന്. ആ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെ മോശമായി സംസാരിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. അതായത് സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി പോകുന്നത് മോശം പ്രവർത്തനങ്ങൾക്കാണ് എന്നതടക്കമുള്ളവ സൂചിക്കുന്നതാണ് തരത്തിലാണ് അല്ലെങ്കിൽ അത്തരം രീതിയിലാണ് ഈ മോശം പരാമർശം ഉണ്ടായത്. ഇത് പാറശാല MLA CK ഹരീന്ദ്രൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. മാത്രമല്ല നിരവധി സ്ത്രീകളും ഈ വേദിയിൽ ഉണ്ടായിരുന്നു, സദസ്സിലുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പൊതുവേദിയിൽ പൊതുമധ്യത്തിൽ ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് CPM നേതാവിൻ്റെ ഭാഗത്തു നിന്നുകൂടിയാണ് വന്നിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉയരുന്നു. മഹിളാ മോർച്ച അടക്കം ഈ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. പരാതി നൽകുവാൻ ഒരുങ്ങുന്നതാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും. അതോടൊപ്പം തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇന്ന് ആണ് ഇത്തരത്തിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുമ്പോഴാണ് ഇലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പൊതുയോഗം സംഘടിപ്പിച്ചു. ആ പൊതുയോഗത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ കുമാരിമാർ അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഇങ്ങനെയാണ് എന്നതടക്കമുള്ള പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി പോകുന്നത് മോശം പ്രവർത്തിക്കുന്നായിരുന്നു പൊതുവേദിയിലെ അധിക്ഷേപം. തിരുവനന്തപുരം കള്ളിക്കാട് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കള്ളിക്കാട് സുനികുമാറാണ് ഈ അധിക്ഷേപ പരാമർശം നടത്തിയത്. പാറശാല MLA CK ഹരീന്ദ്രനെ വേദിയിലിരുത്തിയാണ് ഈ അധിക്ഷേപം. ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ BJP ജില്ലാ ഉപാധ്യക്ഷ ശ്രീകല ചേരുന്നുണ്ട്. നമസ്തേ ശ്രീകല, ഈ CPM നേതാവ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എന്തായാലും ഈ കാലത്തിലേക്കൊന്നും തിരിഞ്ഞു നടക്കുകയാണോ? കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാടല്ലേ CPM സ്വീകരിക്കുന്നത്? എന്താണ് പ്രതികരിക്കാനുള്ളത്? ഹലോ, തീർച്ചയായിട്ടും നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് കള്ളിക്കാട് ലോക്കൽ സെക്രട്ടറി ശ്രീമാൻ അനിൽകുമാർ നടത്തിയിരിക്കുന്ന പ്രസംഗം. അതും പ്രത്യേകിച്ച് നമുക്കറിയാം, ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പാറശാല MLA CK ഹരീന്ദ്രൻ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് സ്ത്രീകളെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത്. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് കടന്നു ചെല്ലുന്നത് അവരവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധികളായിട്ടുള്ള സ്ത്രീകളാണ് കടന്നു ചെല്ലുന്നത്. അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, ADS ഉണ്ട്, അതുപോലെ തന്നെ മേറ്റുമാരുണ്ട്, കുടുംബശ്രീയിലെ അംഗങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് വനിതാ പ്രതിനിധികളുണ്ട്. ഇവരെല്ലാവരും രാവിലെ ചോറും കെട്ടി പോകുന്നത് അല്ലെങ്കിൽ ഒരുങ്ങിക്കെട്ടി പോകുന്നത് മറ്റൊരു തരത്തിലേക്ക് ഒരു അനാശാസ്യ പ്രവർത്തനത്തിലാണ് പോകുന്നത് എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് ഈ ലോക്കൽ സെക്രട്ടറി. അതിലൂടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെയും അല്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാം, ഇത് ആദ്യമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വായിൽ നിന്ന് ഇത്തരത്തിലൊരു വർത്തമാനമൊക്കെ വരുന്നത്. ഇതിനു മുമ്പ് MM മണി ഒരു പെമ്പിള ഒരുമയുടെ ഒരു സമരം നടന്നപ്പോൾ ആ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ നമ്മുടെ ശ്രീമതി ടീച്ചർ അവരെ ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ സ്ത്രീകൾ ഈറനണിഞ്ഞ് അമ്പലക്കുളങ്ങളിൽ കുളിക്കുന്നത് അവിടെ നഗ്നത പ്രദർശിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
നേതാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും സ്ത്രീ സമത്വത്തിനും വേണ്ടി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ 50 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വനിതാ മതിൽ കെട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്ത്രീ സുരക്ഷയും സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സമത്വവും ഒക്കെ അവർക്ക് വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് കാണിക്കുന്നതിനുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഒരു പൊതുവേദിയിലിരുന്ന് ഇത്തരത്തിൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടും പാറശാല MLA ശ്രീമാൻ CK ഹരീന്ദ്രൻ കൃത്യമായും മറുപടി പറയണം. കാരണം അദ്ദേഹം ജയിച്ചു വന്നത് പുരുഷന്മാരുടെ വോട്ട് കൊണ്ടല്ല, ഇതുപോലെ സാധാരണക്കാരായ സ്ത്രീകളുടെ വോട്ട് വാങ്ങി ജയിച്ച് MLA ആയി ആ ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാളുടെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ്, വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ അധിക്ഷേപ പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും CK ഹരീന്ദ്രൻ ഇതിന് കൃത്യമായിട്ടും ഉള്ള ഒരു മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ച ഇതിന് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ്. ഇത് നിരന്തരം ഇങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് CPM താഴുകയാണ്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന തികട്ടിക്കിടക്കുന്ന സാധനം പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. നരേന്ദ്രമോദി സർക്കാർ 50% സംവരണം സ്ത്രീകൾക്കാണ് നൽകിയിരിക്കുന്നത്. അതിലൂടെ 50% സ്ത്രീകൾ ഇന്ന് പുരുഷന്മാരോടൊപ്പം തന്നെ തുല്യ രീതിയിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് നിലവിലുള്ള ഒരു സാഹചര്യമാണ്. കാര്യം സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന് പൊതുസമൂഹത്തിൽ പൊതുജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി സ്ത്രീകൾ ഇതിനെ കണ്ടുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തരം താഴ്ന്ന വില കുറഞ്ഞ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഇത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ വളരെ അപഹാസ്യമായിട്ടാണ് ഈ നേതാക്കളെ നമുക്ക് കാണേണ്ടി വരുന്നത്. കൃത്യമായിട്ടും ഈ സുനിൽകുമാർ കൃത്യമായിട്ടും ഇതിന് പരസ്യമായി മാപ്പ് പറയണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി തീർച്ചയായിട്ടും ഭാരതീയ മഹിളാ മോർച്ച മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. താങ്ക് യു സോ മച്ച് ശ്രീകല. സ്ത്രീവിരുദ്ധ പരാമർശവുമായി CPM പ്രാദേശിക നേതാവിൻ രംഗത്തെത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം BJP ജില്ലാ ഉപാധ്യക്ഷ ശ്രീകലയാണ് പ്രതികരിച്ചത്. ഇനി പ്രശാന്തിലേക്ക് കൂടി പോകാം. പ്രശാന്ത്, 24 മണിക്കൂറും സ്ത്രീ സുരക്ഷ, സ്ത്രീ സമത്വം എന്ന് പറയുന്ന അതേ CPM നേതാവിന്റെ വായിൽ നിന്നുമാണ് ഇത്തരമൊരു സ്ത്രീ അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തെന്നാൽ ഈ MLA വേദിയിലിരിക്കുകയാണ് ഇത്തരമൊരു അധിക്ഷേപം. അദ്ദേഹത്തിന് ശ്രദ്ധയിൽ പെട്ടിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നോ? അശ്വതി, പഞ്ചായത്തിലെത്തുന്ന ഈ ആശാവർക്കർമാർ, അതോടൊപ്പം തന്നെ അത്തരം തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അങ്ങനെ അടക്കമുള്ള നിരവധി സ്ത്രീകളാണ് ഈ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. മാത്രമല്ല മറ്റ് ആവശ്യങ്ങൾക്കുമായി പല ആളുകളും എത്തുന്നുണ്ട്, പല സ്ത്രീകളും എത്തുന്നുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ സ്ത്രീ സമൂഹത്തെയും അടച്ച് ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനികുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതും പാറശാല MLA കൂടി ആ വേദിയിൽ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മഹിളാ മോർച്ച അടക്കം പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ മുഴുവൻ സ്ത്രീ സമൂഹത്തോടും സുനികുമാർ മാപ്പ് പറയണം എന്നാണ് ഇപ്പോൾ മഹിളാ മോർച്ചയും ആവശ്യപ്പെടുന്നത്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ ആ ഒരു പരാമർശം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ നിന്ദ്യവും നീചവുമായ രീതിയിലാണ്, ആരെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നത്. ഒരു കാരണവശാലും അത്തരം പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നാൽ ആ പൊതുസമൂഹത്തിൽ നിന്ന്, ഒരു പൊതുമധ്യത്തിൽ ഇരുന്നു കൊണ്ട്, ഒരു പൊതുയോഗത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെയാണ് അവിടെ ഒരു MLA കൂടി സന്നിഹിതരായിരുന്നു എന്നതുകൂടി. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ടി തന്നെ 50% സംവരണം ഉറപ്പാക്കിക്കൊണ്ട് വലിയ ഒരു മുന്നേറ്റം സ്ത്രീകൾ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശങ്ങൾ ഈ CPM നേതാവിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നത് എന്നത് ലജ്ജാവകമായിട്ട് തന്നെ തോന്നുന്നതാണ്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുമുണ്ട്. ഇതിൽ പാറശാല MLA CK ഹരീന്ദ്രനെ കൂടി വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പരാമർശം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായതെന്നാൽ ഹരീന്ദ്രൻ്റെ ഭാഗത്തും അത് തിരുത്തുവാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുചിതമായി പോയെന്ന്
തിരുത്തുവാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ട്. ഈ വിഷയത്തിൽ മുഴുവൻ സ്ത്രീ സമൂഹത്തോടും മാപ്പ് പറയണമെന്നാണ് മഹിളാ മോർച്ച ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നും മഹിളാ മോർച്ച വ്യക്തമാക്കി. അശ്വതി. തീർച്ചയായും പ്രശാന്ത്, അത് തന്നെയാണ്. എന്തായാലും സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ CPM പ്രാദേശിക നേതാവ് അറിയാൻ വേണ്ടിയാണ്. നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നതും രാഷ്ട്രപതി ആയിട്ടുള്ളതും, ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിൽ ആ ബ്രീഫ് നടത്തിയതും. ഇനിയൊരു ചെറിയ